ചാലിയത്ത് നിന്ന് പണ്ട് കസവ് മുണ്ടിന്റെ കച്ചവടത്തിന് വന്ന ഒരു സന്ധ്യക്ക് നമ്മുടെ വാസുവിന്റെ അടുക്കളയിൽ നിന്ന് തുണിയില്ലാതെ ഓടി എന്നാണ് പറയണത്. അതാ വാസുവിന്റെ മൂത്ത മോനൊരു കസവിന്റെ നിറം. എടാ ഒരാഴ്ച കൊണ്ട് വെയില് കൊള്ളിച്ചിട്ട് ഈ മീൻ കൊണ്ടുപോയാ പോരായിരുന്ന. ഉണക്കാനായിട്ട് അധികമൊന്നുമില്ല. ഈ ട്രോളറുകാരുള്ള പൊട്ടും പൊടിയെല്ലാം വാരിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ കടലിൽ മീനില്ലാണ്ടായി. ഈ പ്രാവശ്യം പാതിലോടെ ഉള്ളൂ. കൃഷ്ണാപ്പള്ളിക്കാ. അടുത്ത ആഴ്ച കാണാം. ചായ കഴിക്കാനൊന്നും വേണ്ടടാ. രണ്ടും പരദൂഷണം ആയിക്കോട്ടെ, അല്ല ചൂടുള്ളത് വേണം കേട്ടോ. ഓ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പരദൂഷണം. പണ്ട് വാസുവിന്റെ പെങ്ങള് കടലിൽ ചാടി ചത്തത് വയറ്റിലുണ്ടായിട്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവനൊക്കെ പറഞ്ഞ് പരദൂഷണമെന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പത്രത്തില് വാർത്ത പറഞ്ഞപ്പോ എന്തായി? ദിവാരം ജയിലിലായിട്ട് കൊല്ലങ്ങൾ ഒരുപാടായി. എന്നിട്ട് ശാന്തമ്മനെ കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞേക്കണില്ലല്ലോ. ഓ അവരെങ്കിലും ഒന്ന് വെറുതെ വിട് പറയുന്നേട്ടാ. അവരെങ്ങനെങ്കിലും ഒന്ന് പിഴച്ചു പൊയ്ക്കോട്ടെ. ചായ കൊടുത്തിട്ട് പോടാ. താൻ തന്നെ അങ്ങ് കുടിച്ചാ മതി. ശാന്തമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ ഇവനെന്താ ഇത്ര ദണ്ണം? ഇനി ഇവനെങ്ങനെ ഐസ് വിൽക്കാൻ അവിടെ പോയി മണിയിരിക്കണ? കാണാരേട്ടാ അവര് വരണുണ്ട്. മീനിനാണെങ്കിൽ ഒരു വിലയില്ല. അവര് കണ്ടു കളിക്കാൻ ആളെ ബാക്കി കിട്ടുവോ? എടാ അതെ ഒരു 10 രൂപ തരാനുണ്ട് കേട്ടാ, മറക്കല്ലേ. ഇങ്ങാട് താ കുഞ്ഞമ്മേ. വേണ്ട മോളെ, ഞാൻ കഴുകി വെച്ചാളാ. അങ്ങാട്ട് കൊടുക്കുന്നേ. പെൺപിള്ളേര് ദേഹാനെങ്കിൽ ജോലി ചെയ്യട്ട്. കൊണ്ടുയല്ലേ. നടുവേദന എങ്ങനെയുണ്ട് കണാരേട്ടാ? ഓ നടുവേദന പറഞ്ഞു ചുമ്മാണ്ടിരിക്കാൻ പറ്റുമോ ശാന്തമ്മേ? വലയുടെ കേടുപാടുകൾ തീർത്താൽ അടുത്ത ആഴ്ചയെങ്കിലും പണിക്ക് പോകാൻ. അപ്പൊ ഈ ആഴ്ച ഇനി നോക്കണ്ട. ഈ ചീട്ടുകളി നിർത്താതെ ഇത് ഞാൻ കുണം പിടിക്കുകയില്ല. പെങ്കൊച്ചുകൾ 3 എണ്ണ വളർന്ന് നിക്കണത്. ആ വിചാരം വല്ല ഇതിയാനുണ്ടാ? എന്റെ കാർത്തു, ഞാൻ ചീട്ട് കൈ കൊണ്ട് പോട്ടിട്ട് കാലം എത്രയെന്നറിയാം. അതായിരിക്കും ഞാൻ വരണത് കണ്ടപ്പോ കടലാസി പൊതിഞ്ഞ് മണ്ണിലോട്ട് പൂത്തിയത്. എടി പണ്ടാരപ്പടെ, നീ അത് കണ്ടായിരുന്ന? നിനക്ക് കമലപ്പരുന്നിന്റെ കണ്ണാണല്ലോ. പിന്നെ വെറുതെ കാർത്തുവിന്റെ വയലിരിക്കണ കേക്കാണ്ട് പണിക്ക് പോകാൻ നോക്കി കാണാരേട്ടാ. ദിവാകരനുണ്ടായിരുന്നപ്പോ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും എനിക്കൊരു മടിയാണ്. എന്നാ ചങ്ങാതി ജയിലിൽ വന്നിട്ട് പണിക്ക് പോയാ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങാട് ജയിലിലാട്ട് ചെല്ലേ. പെണ്ണുങ്ങളെ കെട്ടിയവന്മാരെ ആശ്രയിക്കാതെ ആണുങ്ങളെ പോലെ ജീവിക്കാൻ പഠിക്കണോടി. ഞാൻ ശാന്തമ്മയെ കണ്ടായിരുന്ന? ദിവാകരനെ ആശ്രയിക്കാതെ ശാന്തമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം നീ കണ്ട? പോരാത്തതിന് മോനും വേറെ സമ്പാദിക്കണം. മോൻ സമ്പാദിക്കണതേ അവന് പൗണ്ടറിനും വാസന സോപ്പിനെ തികയത്തുള്ളൂ. അവനെ കടലിൽ പണിക്ക് വിടാത്തതിന് അധികം വരുമ്പോ എനിക്ക് കേക്കാം. എന്ത് കേൾക്കാനാണ്? അവനെന്താണത് കുറവ്? അവൻ ഈ തുറയുടെ മുത്തല്ലേ. ഒരു നല്ല കലാകാരൻ എന്തിനാണ് കടലിൽ പോണത്? അവൻ കരയിൽ വെറുതെ നിന്ന് ചവിട്ടിയാ കാശല്ലേ. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചൊച്ചല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങപറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങപറി ചെളികുത്ത്, മാങ്ങപറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ദർശനം ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങപറി ചെളിക്കുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. മാലതി എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റിടി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി.
വാടാ. മാലു തോറ്റു എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കല്ലേ, ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലടോ. 10ഓ? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന്. കണക്കറിഞ്ഞൂടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നുള്ളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ. പോയത് പോട്ടേന്ന്. ഇത്തവണെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതാ. മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കൂന്ന് പറഞ്ഞല്ലേ? തുറലാശം പറഞ്ഞതാ. അത് ഇന്നവര് തെറ്റിയുണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തയാക്കിയില്ലല്ലോ. അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ് ഫ്രൂട്ട് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയ. ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ നന്ദിയില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലുമറ്റോ ചെയ്തോ? തല്ലിയൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. അതാ എനിക്ക് സങ്കടമായ. അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയിന്ന് പോകാലോ, നല്ല മസ്സിലുള്ള ചക്കന്റെ കൂടെ. എന്താ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട. മാലു, അവളൊന്ന് സമാനപ്പെട്ടു വന്നാ നീ വെറുതെ എന്തിനാ അവളെ ദേഷ്യം കിട്ടിയത്? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാം പൂരം. വാടി വാടി ഓടി വാടി. എന്താണത്? എല്ലാം കൂടി തല്ലി കൊല്ലുക അവനെ. വള്ളത്തേന്ന് എഞ്ചിൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞതിന് അവനെ പിടിച്ച് ക്ലീഡർ എന്തിനാണ്? എഞ്ചിൻ എടുത്താ പോരെ? എഞ്ചിനെ പന്നി എവിടെ കണ്ട് ഒളിപ്പിച്ചേക്കണ കുമാരേട്ടാ. മിടുക്കനാണല്ല നീ. മിടുക്ക് കാണിക്കുമ്പോ ഒരു മര്യാദയുള്ള മിടുക്ക് കാണിക്കണടാ സുപ്ര. നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹ ഒരെണ്ണം ഞാൻ വാങ്ങിത്തന്നു. 2 മാസം നീ കൃത്യമായിട്ട് കാശടച്ച്. ദേ ഇപ്പൊ 4-5 മാസമായിട്ട് കാശുമില്ല, എഞ്ചിനും ഇല്ല. അത്രയ്ക്ക് മിടുക്ക് ഈ കുമാരനോട് വേണോടാ മോനെ? എന്താടാ ഇക്കളിയാവണണ്ടാ? ഞാൻ കാശടച്ചോളാം. കഴുത്തിലെന്താടാ മിന്നട വളവളപ്പനാ? ഇത് വിറ്റടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കിൽ ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്കും. എന്നാലും ബാലൻസ് നിനക്ക് തരത്തില്ല. അതാ നിനക്കുള്ള ശിക്ഷ. ദേ ഇത് വല്ല മുക്കുപൊണ്ടമാണെങ്കിൽ ഈ കടലിൽ തന്നെ മുക്ക് ഞാൻ. കേട്ടടാ ചെറുകണ്ടത്ത് സുപ്ര. അത് സ്വർണ്ണമാണ്. ആ എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോകാൻ നോക്കടാ. കാശും പണത്തെക്കാളൊക്കെ വലുത് സ്നേഹമല്ലേ സുപ്ര? നീ ചെല്ല്, ഞാനിപ്പോ വരാം. മാലു, ഞാനും ഉണ്ട്. എന്തായിരുന്നു അവിടെ? ഹേ ഒന്നുമില്ല. ആ സുപ്രൻ അവന്റെ സങ്കടം പറയായിരുന്നു. യമഹ ഒരെണ്ണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ. കിട്ടുമ്പോ തന്നാ മതി, ജോലിക്ക് പോകാൻ പറഞ്ഞു. അല്ലാണ്ട് എന്ത് പറയാനാ? അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഏയ് ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണും ഒക്കെ മടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. കുമാരേട്ടൻ പുതിയ വള്ളം പണിയാൻ പോണെന്ന് കേട്ടില്ല. നേരോ? കാട്ടീന്ന് ചീനിമരം പുഴ കടത്തി ഇന്നലെയാ കൊണ്ടുവന്നത്. ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുര കെട്ടണം. മാലുവിന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പൂജ നിശ്ചയിക്കണം. അങ്ങനെ ഒരുപാട് ജോലി കിടക്കാണ്. തുറലിപ്പോ കുമാരേട്ടന്റെ കാശുള്ള പ്രമാണിന്ന് എല്ലാരും പറയണേ. ഏയ് അങ്ങനൊന്നുമില്ല. കടലമ്മ തരണത് കൈനീട്ടി വാങ്ങണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എന്താ? അതെ ടൗണിൽ പോയപ്പോ ചുമ്മാ വാങ്ങിയതാ. കൊള്ളാല്ല. ഇഷ്ടായെങ്കി മാലു എടുത്തോ. കുമാരേട്ടനല്ലേ തരണേ? എനിക്കിങ്ങും വേണ്ട, അച്ഛനറിഞ്ഞ കൊല്ലും. നീ കണ്ണിക്കണ്ട ചെക്കന്മാരോട് വർത്താനം പറഞ്ഞ കണ്ട് വേഗം വരണണ്ടോ? മണ്ണെണ്ണ തീർന്നാ പിന്നെ വിളക്കത്തിലുണ്ടാവില്ല. നിനക്കെന്താടാ ഇന്നിത്ര ഗമ? ഇന്നിത്തിരി ഗമ കൂടുതലാ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കൽ ഇത്തിരി കൂടുണ്ട് കേട്ടോ. ഒക്കെ പോവാലമാരാ വൃത്തിട്ടോമാര്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. മാലൂട്ടി വാടി. അതെ ഒന്ന് കാണണോട്ടാ. ഇപ്പൊ കണ്ടില്ലേ? നീ കാണുമ്പോ കാണാ. കണ്ടിട്ടെന്തിനാ? പണ്ട് കാത് കുത്തിയ പോലെ ഞാൻ മൂക്കു തന്നെ ആയിരിക്കും. ആ സാധനത്തിന് അധികം സ്നേഹിക്കാനും കൊള്ളില്ല, വെറുപ്പിക്കാനും കൊള്ളില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ദീപം ദീപം
ദീപം കിട്ടിയ കൊല്ലി ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യടാ സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലും അല്ലേ? കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ തറ മാന്തി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ? എടാ മുത്തശ്ശിയോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ തുണി അലക്കഴിഞ്ഞൊന്നും നടന്നു വൃത്തിയുള്ളൂ. ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ? തന്നെത്താൻ ചെയ്തങ്ങോട്ട് പടി. സരസു സുമതി നിങ്ങ പറഞ്ഞിട്ടുണ്ടോ? പാവാട പൊക്കി പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചാൽ നല്ലല്ലോ. മുട്ടി അവിടെ പോയി കിടക്കരുത്. വേഗം വാ. എടാ ഈ രാത്രി നീ എവിടെ തുള്ളാൻ പോവാ? തൊറയിലാശന്റെ വീട്ടില് ഇത്തിരി നേരം സീരിയൽ കണ്ട് കരയാനാ. ഓടി നിക്കടാ അവിടെ. എന്താ? ഞാനും വരുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ്സിൽ ജോസൂട്ടി ഒരു വാലടച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവള് ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി സരളെ, നീ ഇന്ന് പൗണ്ടർ ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തൊരു നാറ്റാ. എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ. ഇങ്ങോട്ട് തിങ്ങിരിക്കും. സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും മിണ്ടാതിരിക്കോ? അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചയോ? പൂച്ചല്ല പൂജ. ദീപം 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 ദീപം. ദേവി എന്താണ് കുമാര? ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിന് കൂടി തടിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ? തടിയെടുത്തു. പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി. അപ്പോ വള്ളങ്ങൾ 6 ആയി അല്ലേ? വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യയും ഒക്കെ വേണം. ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് 120 അച്ചെങ്കിലും വേണ്ടി വരും. 4 പേര് നിന്ന് പണിയട്ടെ. പണി വേഗം തീരും. ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കയറണില്ലെന്നാ പറയണേ. മീൻ കയറണമെങ്കിൽ ആദ്യം കടലറിയണം. കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം. കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമറക്കണം. നാളെ ദേവിക്കൊരു വെള്ളിവിളക്ക് നേർന്നിട്ട് വള്ളമറക്കിക്കോ. ഒക്കെ നേരെയാവും. ഇനി ആരെങ്കിലും ദേവി രക്ഷിക്കണേ. ഇനി എല്ലാവരും ഇരുന്നു. എല്ലാവരും ഇരിക്കട്ടെ. ഇവിടെ മലയോടെ ഇരുന്നു. അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരൻ ആത്മഹത്യ ചെയ്തു. ലോറൻസ് എത്തിയല്ല. അല്ല ദിവാകര, കാലാവധിയൊക്കെ തീർന്നു കിട്ടി. പറഞ്ഞിട്ട് കുറച്ച് പരിപ്പോട് പഞ്ചെടുത്തു. എന്താണ് മൈക്കിളെ, സുഖല്ലേ? ഞാൻ സേലത്ത് ഉണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ ടൗണിലൊന്ന് നിർത്തിയതാ. ദിവാകരേട്ടൻ വണ്ടിയെ വന്ന് ഇറങ്ങുന്ന എന്റെ കൺമുമ്പിൽ തന്നെ. ശരി, ദിവാര ചായ. ഞാൻ വീട്ടിലേക്കല്ലേ. അതെ, ഈ ദിവാകരൻ ഭാസ്കരനെ തട്ടിയതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ ദിവാകരൻ ഭാസ്കരന്റെ ഭാര്യയായിട്ട് വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. ആരെയും കിട്ടിയില്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് അതങ്ങ് പറ്റില്ല. പറ്റില്ല.